സ്പീഡ് ബോട്ടുകളുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്നതാണ്. വ്യക്തമായ വീഡിയോ ഒന്ന് നോക്കിക്കോണം. ഒരു റെക്റ്റാങ്കിൾ ഷീറ്റ് പേപ്പർ തന്നെ എടുക്കുന്നത്. A4 A3 ഷീറ്റോ എടുക്കാം. ഫോൾഡ് ചെയ്തത് ഇത് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ആ പാത്രം വെച്ച് വീണ്ടും അതിനെ പ്രസ് ചെയ്തെടുക്കുന്നത്. ഫോൾഡിങ്ങും കാര്യമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് മോൻ ബഹളമായതുകൊണ്ടാണ് സംസാരിക്കുന്നതൊന്നും കേൾക്കാത്തത്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അന്നേരം നിങ്ങൾ ഈ ഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പതുക്കെ പോസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്പീഡ് ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റം മെയ്ഡ് അല്ലെങ്കിൽ ഒരു ആൾട്രേഷൻ ചെയ്തൊരു സ്പീഡ് ബോട്ട് കണക്കൊക്കെ ആക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ആയി വരുന്ന ഒരു സ്പീഡ് ബോട്ടാണ്. കട്ടി കുറഞ്ഞ പേപ്പർ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഇത് കട്ടിയുള്ള പേപ്പർ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഹാർഡായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പം ഇത്തിരി ഡിലേ ആയി പോയത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്. പിന്നെ മെയിനായിട്ട് കാര്യം നോക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഈ ഔട്ട് പോർഷൻ ഇങ്ങനെ തിരിച്ച് വരുന്നൊരു ഭാഗമുണ്ട് ഈ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഇതിൻ്റെ അത് ടാസ്ക് ആയിട്ടുള്ള കാര്യം. ഈ ചെയ്യുന്ന സമയത്ത് പേപ്പർ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ഈ വ്യത്യസ്തമായ ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്. ബാക്ക് എഞ്ചിനും അതിലൊക്കെ ഉള്ളൊരു സ്പീഡ് ബോട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ നിർദ്ദേശങ്ങൾ ഇടണം. കുഞ്ഞുവണ്ടിക്കാരനെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.